ഇതിപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ചോദിക്കൽ ലുലുവിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ലുലുവിൽ മാത്രമല്ല, എല്ലാ കടലിൻ്റെ സ്ഥലത്തും തണുപ്പ് സമയമാകുമ്പോഴത്തേക്കും ഇത് കിട്ടും. ഇതെന്തോ സംഭവം? ഓയിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കക്ക അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളായിരിക്കും പറയുന്നത്. അപ്പം കടലിൻ്റെ അടുത്തൊക്കെ ഉള്ളവർക്ക് ഇത് സുലഭമായി കിട്ടും. ഞാൻ കടലിൻ്റെ അടുത്തല്ലാത്തതുകൊണ്ട് എനിക്ക് സുലഭമായി കിട്ടാറില്ല. എനിക്കിത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാൽഷ്യവും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പം കണ്ടോ, ഇത് ഞാൻ ഓയിസ്റ്റർ മീറ്റ് ലുലു എന്ന് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ വില ഇതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ വലിയ സംഭവമൊന്നും അല്ലാന്ന് എനിക്കറിയാമെങ്കിലും കുക്ക് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് വീഡിയോ ഇടുമ്പം നമുക്ക് പിന്നെ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ് കുക്ക് ചെയ്യണം. ഭയങ്കര മെമ്മറി ഉള്ള ആളായതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് അറിഞ്ഞൂടാത്ത ആദ്യമായിട്ട് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം ക്ലീൻ ചെയ്യണതും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നല്ല മണ്ണ് വേണം. അപ്പം ഞാനിത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണേ. ഇല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് കയറും. ഓക്കെ, ആദ്യം 2-3 പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ കഴുകി കൊണ്ടുവരണം. എന്നിട്ട് ഇത് കടലിൻ്റെ അടുത്തൊക്കെ പോയി നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. ഇത് ഫ്രോസൺ ആണ് കേട്ടോ. അപ്പം എനിക്ക് ഫ്രോസൺ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇത് ക്ലീൻ ചെയ്യണത് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു കല്ല് പോലെ ഇരിക്കും. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ അഴുക്കൊന്ന് പുറത്തങ്ങ് വന്നോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആവണമല്ലോ. ദാറ്റ്സ് ആൾ. നിങ്ങൾ എളുപ്പമില്ലേ? ഇതാണ് അതിൻ്റെ അഴുക്ക്. അപ്പോൾ അതങ്ങ് കളയുക. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ വീഡിയോ ഒറ്റ കൈ കൊണ്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ നമുക്ക് അഴുക്ക് കിട്ടും. അപ്പോൾ അഴുക്കങ്ങ് എടുക്കുക. ഇത്ര കണ്ടോ, പ്രസ് ചെയ്യാൻ വരുന്നതാണ്. ഇതാക്കണം. പക്ഷേ ഇത് സൂക്ഷിക്കാനുള്ളത് മീറ്റ് അങ്ങ് ഒലഞ്ഞു പോകരുത്. ഇത് പെട്ടെന്ന് കുക്കാവും കേട്ടോ. അതുകൊണ്ട് ഇത് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാടിട്ട് അതിനെ നശിപ്പിച്ച് കളയരുത്. ആ കറക്റ്റ് അവിടെ ഇങ്ങനെ ആ ഒരു ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് പുറത്ത് ചാടി അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യണത് എളുപ്പം കാണിക്കാൻ വേണ്ടി ഈ പൈപ്പിൻ്റെ ഇവിടെ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് അതങ്ങ് കളയും. ഓക്കെ, കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം. മറ്റേ ഇതിനകത്തിന് പിന്നെ കല്ല് കാണോ അല്ല മണ്ണ് കാണോ, എനിക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റായി അകമൊക്കെ നല്ല നീറ്റായി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതുക്കെ സിങ്കിൽ തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ നല്ല കാൽഷ്യം അതുപോലുള്ള നമുക്ക് സീസണൽ കിട്ടുന്ന സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ കഴിക്കണം കേട്ടോ. ചിലതൊക്കെ അലർജിയൊക്കെ കാണും. അങ്ങനെയുള്ളവർ കടയിൽ കഴിക്കരുത്. സീ ഫുഡ് അലർജി ഉള്ളവരുണ്ട്. എൻ്റെ മോൻ ഇവിടെ അലർജിയാണ് കേട്ടോ. അവന് കണവ, കൊഞ്ച്, അങ്ങനെ ഞണ്ട്, ഇതൊന്നും ആ കൊച്ചിന് കഴിക്കാൻ പറ്റൂല. അത് കഴിക്കാൻ പറ്റുമെന്ന് അവന് ഒന്നാമത്തെ കാര്യം അവന് ഇഷ്ടമല്ല. അവനത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് കഴിച്ചാൽ അവൻ വൊമിറ്റ് ചെയ്യും. അങ്ങനെയാണ്. വേറെ അല്ലാതെ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ തടിച്ച് കയറുക അങ്ങനെയൊന്നുമില്ല. ഈ ചിപ്പി ആയിരുന്നാലും ചക്കയായിരുന്നാലും ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ അവനിതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് ഇവിടെ ഇളയാൾ കഴിക്കും. ഇളയാൾ ഹസ്ബൻഡ് ഞാനും. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കൊരു കുഴപ്പമില്ല, കഴിക്കും. എനിക്കത് കുറച്ചുകൂടെ ദൈവം ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആക്കുന്നതായിരിക്കുമല്ലേ ഓരോരുത്തരെ. പാവം. അപ്പോൾ അവന് ആ പടം ചിക്കനും മട്ടനും മാത്രമേ, ബീഫൊക്കെ കഴിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നും അവന് പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ അവൻ്റെയും കൂടെ കിട്ടുമല്ലോ. അയ്യോ പാവം. അപ്പം പറയാം, നമ്മളിതിൻ്റെ നിർബന്ധിക്കില്ല. മനസ്സിലായില്ലേ? ആദ്യം കുഞ്ഞിലേക്ക് നമ്മൾ നിർബന്ധിക്കുമായിരുന്നു. കഴിക്കുമോ നീ ഇത് കഴിച്ചാൽ കാൽഷ്യം കിട്ടും, അല്ലെങ്കിൽ അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ കൊച്ചിലെ പിള്ളേർക്ക് കൊടുത്ത് ശീലിപ്പിക്കണം. അപ്പോഴേ നമുക്ക് അറിയാമല്ലോ അലർജി ആണോ ഇല്ലേ. നമ്മൾ കൊടുക്കാതെ കൊച്ചിനത് വരും എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഒരിക്കലും ഒന്നും കഴിക്കത്തുമില്ല. അവർക്ക് അതിൻ്റെ പിന്നെ നമ്മളിന്ന് കഴിക്കാത്തവർക്ക് ഇപ്പോൾ കണ്ടില്ലേ ഓരോരുത്തർ ഓരോ ഗുളികകൾ മേടിച്ച് കഴിക്കണം. വൈറ്റമിൻ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അസുഖം വന്ന് നമ്മൾ മെഡിസിൻ കഴിക്കണം. അത് നല്ല കാര്യം തന്നെ. അപ്പം ഫുഡിലൂടെ അത് നമുക്ക് പറ്റുമെങ്കിൽ ബാലൻസ് ഡയറ്റ് വേണ്ടേ. ഓക്കെ, അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അത് ഞാൻ കട്ട് ചെയ്യുവാണേ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഓക്കെ എടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഇത് കുറച്ചെടുത്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് വെക്കാം. ഇത് ഞാൻ റോസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അടർത്തി ഈ ബ്രക്കോളി ഇങ്ങനെ അടർത്തി എടുക്കണം. എടുത്തത് ഒരു വാഴയ്ക്കാണ്. അപ്പം കുറച്ച് ബ്രക്കോളി, ഒരു 1 2 3 4 5 6 7 പീസ്, പിന്നെ ഒരു സ്മാൾ പോർഷൻ ഒരു വാഴയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിത് ചെറുതായിട്ട് ഈ ഏത്തൻ വാഴ ഒക്കെ അരിഞ്ഞു ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വേവട്ടെ. അതുപോലെ ബ്രൊക്കോളിയും ഇത്രയും വലിയ പീസാണ്, നമുക്ക് കുഞ്ഞു പീസാണ് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ചെറിയ ചെറിയ പുഴുക്കളോ, നമ്മൾ കോളിഫ്ലവർ ചെയ്യത്തില്ല അതുപോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കുന്നുണ്ട്. ഇത്
കുക്ക് ചെയ്യാൻ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പം അയ്യോ ഇതിനകത്ത് മൊത്തം സ്റ്റീമാകും, മൊത്തം അടിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനവിടെ ഇത് കുക്ക് ചെയ്ത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വെളുത്തുള്ളിയും ആ ചതച്ച് വെച്ച ഇഞ്ചിയും എല്ലാം ഞാൻ ഈ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്, ഈ വാഴക്കയിലോട്ട് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് നോൺ സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് മറ്റേ അല്ലാത്ത സ്റ്റീൽ സ്പൂണൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ എന്തായാലും തടി സ്പൂൺ ഉള്ളത് കൊണ്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, നല്ല മണം കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ കുക്കായപ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യണേ കേട്ടോ. കരിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പഴം. അപ്പോൾ ഇതും കൂടെ നമുക്ക് അരിഞ്ഞ് നമുക്ക് വേവിക്കാൻ വെച്ച അതിൻ്റെ കൂട്ടത്തിൽ ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചങ്ങ് ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാമേ. തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളവണം. ഓക്കെ, ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ പോവേണേ. കുറച്ച് മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കാണുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂണൊന്നും അല്ല കേട്ടോ, ടീസ്പൂണാണേ. പിന്നെ നിങ്ങൾക്ക് ഹെൽത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ നല്ലതാണ്, ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ ഇത് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ, അപ്പോൾ പിന്നെ ഒട്ടും പ്രശ്നമില്ല. നല്ല മണമുണ്ട് കേട്ടോ. സത്യം വെളിച്ചെണ്ണയോ കരിവേപ്പിലയും പിന്നെ നമ്മുടെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒക്കെ മാക്സിമം ആഡ് ചെയ്യാൻ കേട്ടോ എല്ലാത്തിലും. അങ്ങനെ ഇന്നത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഉള്ളിൽ പച്ചക്കറിയൊക്കെ പോകണം, അതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഓയിസ്റ്റർ ഇതിനകത്തോട്ട് ഇടുകയാണ്. നമ്മുടെ ഇത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് നോർമലി വെള്ളം വരും. ഞാൻ ഇതുവരെയും ഗരം മസാല എന്ന് പറഞ്ഞിട്ട് ഗരം മസാല ഇട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഗരം മസാല ഇടാം. കാരണം അത് നമ്മൾ നല്ല വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്തിപ്പം ഓയിസ്റ്റർ കാണാനില്ല, സാരമില്ല, നമ്മൾ കഴിക്കുമ്പോൾ കിട്ടും, കുഴപ്പമില്ല, നമ്മളല്ലേ കഴിക്കുന്നത്, അത് കിട്ടിക്കോളും. അപ്പോൾ എനിക്ക് ചോറിന് ഈ ഒരു കറിയും എന്തെങ്കിലും ഒരു ഒഴിക്കാനോ മതി, ധാരാളം. അല്ലെങ്കിൽ ചമ്മന്തിയോ ഇനി ഒന്നുമില്ലെങ്കിൽ ഇതും ചോറ് മാത്രം മതി, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓക്കെ, അടച്ചു വെക്കാം. ഇതിനകത്തുനിന്ന് വെള്ളം വരുവേ. ഞാൻ ആ ഗരം മസാലയും പൗഡറും കൂടെ ഒന്ന് ഇട്ടോട്ടെ. ഞാൻ ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറാണ് ഇടുന്നത് കേട്ടോ, 1 ടേബിൾ സ്പൂണേ. നല്ല എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് കുക്കാവും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ 10-15 മിനിറ്റൊക്കെ ആകുമ്പോൾ കുക്കാവും. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ടോ. ഇത് ഞാൻ കുരുമുളക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മിക്സിയിൽ ഉണക്കി പൊടിച്ചതാണേ. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ. മഞ്ഞൾ നമുക്ക് കൃഷി ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ മുഴുവനുള്ള മഞ്ഞൾ വാങ്ങിച്ചിട്ട് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിക്കണം. ഓക്കെ, എന്നിട്ട് ഇതങ്ങ് 10 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കണം മിക്സ് ചെയ്ത്. ഇതിനകത്ത് നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ. ഇതിനകത്തുനിന്ന് വെള്ളം വന്നിട്ട് ഇതിനകത്ത് വെള്ളമുണ്ട്. ഫോണ് വെള്ളം വന്നിട്ട് പിന്നെ വെന്തോളും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചായിരുന്നു കേട്ടോ. നല്ല മണവും എനിക്ക് നല്ല ടേസ്റ്റും കൊതിയാവുന്നു. അപ്പം ഞാൻ ഇവിടെ ബ്രൊക്കോളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൊക്കോളി ഇത് കുറച്ച് ഓൾറെഡി ഇത് വെന്തതാണേ. ഇതിൽ നിന്ന് വെള്ളം വരും. പോരാത്തതിന് നല്ല പിന്നെ വേവണം ഈ സംഭവം കേട്ടോ. നല്ല വെന്തില്ലെങ്കിൽ അത് വയറ് പ്രശ്നമാണ്. അതെ, ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന്
ഇങ്ങനെ വെറുതെ ഇങ്ങനെ ടി വിയിൽ യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പം നമ്മുടെ ഫിലിം സ്റ്റാർ കാർത്തികനെ കണ്ടു. അപ്പം നോക്കിയപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള നമ്മുടെ യദു കൃഷ്ണനും ഒക്കെ ഉള്ള. അപ്പം പണ്ട് എപ്പോഴോ ഇങ്ങനെ നമ്മൾ കണ്ട ഒരു ടി വിയിൽ എപ്പോഴോ കുഞ്ഞിലേ കണ്ട, പക്ഷെ അന്നൊന്നും ഒന്നും ഓർമ്മയില്ലല്ലോ, നമുക്ക് കൊച്ചു പിള്ളേരല്ലേ, ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പം നൊസ്റ്റാൾജിയ വന്നിട്ട് ഞാൻ ആ മൂവി കാണാമെന്നും പറഞ്ഞു ഇന്നലെ രാത്രി എടുത്ത് കണ്ടു. അപ്പം ആരെ ഫിലിമാണെന്ന് ഒന്നും നോക്കിയില്ല. കാർത്തികയും കണ്ടു, ഈ പിള്ളേരെയും കണ്ടു. അപ്പോൾ കൊച്ചു പിള്ളേരെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ടതാണ്. ഞാനിത് അടച്ചു വെച്ചു കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. എന്താണ് ഒരു കാര്യം, മൾട്ടി ടാസ്കിങ് എനിക്ക് ഒട്ടും പറ്റില്ല. ഒരു കാര്യം ചെയ്താൽ അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരുത്തരും മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ എനിക്ക് കൊതിയാവും. കാരണം മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ അതും പോവും ഇതും പോവും. അതുകൊണ്ട് ചെയ്യുന്നത് കറക്റ്റായി ചെയ്യുക, അതാണ്. ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് തേങ്ങാക്കൊത്ത് നമ്മൾ ഉലർത്തുമ്പോഴൊക്കെ കട്ട് ചെയ്തിടൂലേ, അതുപോലെ കട്ട് ചെയ്തിടണമെങ്കിൽ ഇടാം കേട്ടോ. എനിക്ക് ദോശയാണ്, എനിക്ക് ചോറിൻ്റെ കൂടെ വന്നിട്ട് കഴിക്കുക. അപ്പം ഇവിടെ 2 രാവിലെ ഉണ്ടാക്കി ദോശ കാസറോളിലിരുന്നപ്പം 2 ഒന്നും വേണ്ട, 1 മതി. സോറി, പറ്റില്ല, അങ്ങനത്തില്ല. അപ്പോൾ കഥാ ഇതിനകത്തുനിന്ന് വെള്ളം വരുന്നത് വെജിറ്റബിൾസിൻ്റെ എല്ലാത്തിൻ്റെയും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഉണ്ടോ? ഇപ്പം ആ ഓയിസ്റ്റർ എവിടെയും ചോദിച്ചാൽ കഴിക്കുമ്പോൾ കിട്ടും, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇനി ഈ ബ്രോക്കോളിയും ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റേ എണ്ണ ഒഴിച്ച് വഴറ്റി റോസ്റ്റായിട്ടൊക്കെ വയ്ക്കാം. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കണവർക്ക് ഇങ്ങനെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉള്ളിയൊക്കെ ഒന്ന് വേണം. ബാക്കി വെജിറ്റബിൾസ് എല്ലാം മതി എന്നുള്ളവർക്ക് മതി കേട്ടോ. ചിലവർക്ക് ഉള്ളി ഇങ്ങനെ കിടന്നാലും പ്രശ്നമാണ്. എനിക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം, വേവാതെ കിടക്കുന്നതല്ല, ഈ ഒരു പരുവത്തിൽ. ഞാൻ പറയാൻ എനിക്ക് കൊതി വരുന്നു കേട്ടോ. ഇത് നമുക്ക് ഒരെണ്ണം എടുത്ത്, ചൂടുണ്ട് കേട്ടോ, ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത്. അടിപൊളി, സൂപ്പർ, നന്നായിട്ടുണ്ട്. നല്ല വേവുള്ളതാണ്, നല്ല വേവിച്ച് കഴിക്കണം. ഓക്കെ, സംഭവം റെഡിയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയോ മല്ലിയില, ഞാൻ മൂവിയുടെ കാര്യം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഒന്നുകൂടെ ഞാൻ ഇളക്കുവാണ്. ഇതിനകത്ത് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആവാനായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഉലർത്തി എടുക്കാം കേട്ടോ. അത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോക്കനട്ടിൽ കറിയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സിനിമയുടെ കാര്യം പറഞ്ഞത്, ഞാൻ ആ സിനിമയിൽ കണ്ടു കേട്ടോ. എന്തൊരു അഭിനയം, ദൈവം, പറയാതെ പോയ നമ്മുടെ കാർത്തിക, അയ്യോ എന്തൊരു, ഞാനും സത്യം സൂപ്പർ. കാർത്തിക, KPS ലളിത, പിന്നെ നെടുമുടി വേണു, ഇന്നസെന്റ്, എനിക്ക് അറിഞ്ഞു. എന്താ ദൈവമേ, എൻ്റെ മനസ്സിൽ ഇതുവരെ പോയി. പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഭരതൻ, നമ്മുടെ ഡയറക്ടർ ഭരതൻ്റെ മൂവിയായിരുന്നു അത്. ചുമ്മാ അല്ല, പുള്ളിക്കാരൻ്റെ മൂവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം അത് ഇങ്ങനെ ഹാങ് ഓവർ ആയിട്ട് കിടക്കും. അത് സത്യമാണ് കേട്ടോ. അയ്യോ, ഞാൻ ആ മൂവി കണ്ടു, ഒന്നും പറയാനില്ല. അവരുടെയൊക്കെ അഭിനയം, KPS ലളിത മാമത്തെ അഭിനയിക്കുന്നതിന് മുന്നേ അവരെയൊന്നും പേര് വിളിക്കാനുള്ള ഒന്നും പറയാനില്ല എനിക്ക്. ഞാനൊക്കെ ഇപ്പോഴാണല്ലോ, പക്ഷേ അന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവത്തില്ല ആ പ്രായത്തിൽ. ഇപ്പം ആണ് കണ്ടപ്പം എനിക്ക് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലായി. ഇതൊന്നും പറയാനില്ല. അപ്പോൾ ശരി കൂട്ടുകാരെ, വേറെ ഒന്നുമില്ല. ഇതിനിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് സെർവ് ചെയ്ത്, ദോശയിലോട്ട് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് സംഭവം. ഞാൻ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ സാധനമാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതിന് വേവുണ്ട്, നന്നായിട്ട് വരട്ടി കഴിക്കണം. സംഭവം കാണാനില്ല, അത് മാത്രം എടുത്ത് കത്തിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഗ്രേവി, ഇതാണ് സംഭവം. എൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, ഗരം മസാല, മുളക് പൊടി, ബാക്കിയൊക്കെ കുക്കിങ്ങിൽ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, അലർജിയൊന്നും ഇല്ലാതൊക്കെ നോക്കി ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഞാൻ കഴിക്കുവാണ്. ഇത് ഒരു ചോറായിരുന്നെങ്കിൽ ഞാനിപ്പം ഒരുപാട് ചോറ് കഴിച്ചാൽ. അപ്പോൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ദോശയാണ് എടുത്തത്. അതുകൊണ്ട് നീ ഒന്നും പറയാനില്ല കൂട്ടുകാരെ, ഞാൻ കഴിച്ചോട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ ബൈ, സീ യു.